സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ 10 അല്ലെങ്കിൽ 12 ശേഷം ഏതൊക്കെ സ്ട്രീമുകളാണ് സെലക്ട് ചെയ്തതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പഠിക്കുന്നത് PCM എന്ന് പറയുന്ന സ്ട്രീമിനെ കുറിച്ചാണ്. അതിനകത്ത് വരുന്ന മെയിൻ സബ്ജക്റ്റുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഇംഗ്ലീഷ് കാണും, പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ പല സബ്ജക്റ്റുകൾ കാണും. അപ്പോൾ ഈ ഒരു PCM പഠിച്ച 11th 12th ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി ഏതൊക്കെയാണ്? PCM പഠിക്കുന്ന ആൾക്ക് ബിടെക്കിന് പോകാനായിട്ട് പറ്റും, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിങ്ങിന് പോകാനായിട്ട് പറ്റും, ബാർക്ക് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചറിന് പോകാനായിട്ട് പറ്റും, പിന്നെ BSc ഫിസിക്സോ കെമിസ്ട്രിയിലോ മാത്സിലോ ഒക്കെ BSc ചെയ്യാനായിട്ട് പറ്റും, BCAയിലേക്ക് പോകാനായിട്ട് പറ്റും. NDAയുടെ എക്സാമിന് ഫിസിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് NDA ഒക്കെ ചെയ്യുന്ന ആൾ ഫിസിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു PCM ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം ഇതിൻ്റെ കരിയർ ഓപ്ഷൻ എന്തൊക്കെയാണ്? കരിയർ ഓപ്ഷൻ എഞ്ചിനീയർ ആകാൻ പറ്റും, എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്റ്റിലേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ പൈലറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് PCM എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞ് ചെയ്യണം. മർച്ചൻ്റ് നേവിയിൽ പോകണമെങ്കിൽ PCM സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഡിഫൻസ് ആൻഡ് ഫോഴ്സിലൊക്കെ ആണെങ്കിൽ PCM എടുക്കുന്നത് നല്ലതാണ്. ഡാറ്റ സയൻസിലേക്ക് പോകണമെങ്കിൽ PCM സെലക്ട് ചെയ്യണം. ടീച്ചറിന് പിന്നെ ഏത് ഫീൽഡായാലും കുഴപ്പമില്ലെങ്കിലും ടീച്ചർ ആൻഡ് പ്രൊഫസറിനും ഈ ഫീൽഡ് സെലക്ട്. അതാണ് PCM എന്ന് പറയുന്ന സ്ട്രീം. അടുത്ത സ്ട്രീം നമുക്കറിയാം. നമ്മുടെ സ്ട്രീം എന്താണ്? അടുത്ത സ്ട്രീമാണ് PCB. അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതിനകത്ത് ഓപ്ഷണൽ സബ്ജക്റ്റ് ഇംഗ്ലീഷ് വരും, പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് വരും. അപ്പോൾ ഈ ഒരു ഡിഗ്രി ഇത് എടുക്കുന്ന ഈ PCBയിൽ പോകുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ സ്ട്രീമുകളാണ് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഡിഗ്രി. MBBSന് പോകുന്നയാൾ ഓഫ് കോഴ്സ് PCBയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ BDS പോകുന്നയാൾക്ക് PCBയിലേക്ക് പോകാം. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, പിന്നെ വെറ്റിനറി സയൻസസ്, ബയോടെക്നോളജി, ഇതൊക്കെ എടുക്കുന്ന വ്യക്തികൾ PCBയിലേക്ക് ഉള്ള ഓപ്ഷൻ സ്ട്രീം സെലക്ട് ചെയ്താണ് കൂടുതൽ നല്ലത്. ഈ ഫീൽഡിലുള്ള കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡോക്ടർ ആകാനായിട്ട് പറ്റും, സയൻറ്റിസ്റ്റ് ഡെൻറ്റിസ്റ്റ് ആകാനായിട്ട് പറ്റും, നഴ്സ് ആകാനായിട്ട് പറ്റും, ഫിസിയോതെറാപ്പിസ്റ്റ് ആകാനായിട്ട് പറ്റും, റിസർച്ച് സയൻറ്റിസ്റ്റ് ആകാനായിട്ട്. ഇതൊക്കെയാണ് കുറേ അധികം ഓപ്ഷനുണ്ട്. ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് PCB എന്ന് പറയുന്ന സ്ട്രീം. അടുത്തൊരു സ്ട്രീമാണ്, ഇത് നമ്മൾ വളരെ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്, PCMB. ആകെ കൺഫ്യൂഷനാണ്. ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകണോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ പോകണോ മറ്റ് ഫീൽഡിൽ പോകണോ? PCMBയിലേക്ക് പോകുന്നവരുണ്ട്. PCMB നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒത്തിരി ചിന്തിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മാത്സിലൊക്കെ വീക്കാണെങ്കിൽ PCMBക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫിസിക്സ് മാത്സ് ഒരുമിച്ചൊക്കെ വരും. അപ്പോൾ ഇത് കോമ്പിനേഷൻ ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, 4 സബ്ജക്റ്റാണ് വരുന്നത്. ഇപ്പോൾ എന്താണ് ഇതിനകത്ത് 2 ഓപ്ഷൻ നമുക്ക് അനുസരിച്ച് 12th ശേഷം നമുക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പോകണം, എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഫീൽഡിൽ പോകാം. മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്ക് ആ ഒരു ഫീൽഡിൽ പോകാം. പക്ഷേ ഇത് വളരെ കൃത്യതയോടുകൂടി ചിന്തിച്ചിട്ട് വേണം PCMB എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് സ്നേഹമുള്ള കൂട്ടുകാർ, എനിക്ക് തോന്നുന്നു അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സ്ട്രീമിനെ കുറിച്ച് അറിയാം. പല സെഷനുകളും ഇപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും നമ്മൾ സ്ട്രീം എടുക്കുന്നതിന് മുമ്പ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെയാണ് എനിക്ക് കൂടുതൽ പഠിക്കാനായിട്ട് പറ്റുക, ഏതാണ് എനിക്ക് ഈസി, ഏതാണ് എനിക്ക് വിഷമം, അതൊക്കെ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം നമുക്ക് 12th മാർക്ക് എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നോക്കിയിട്ട് ഒരുതപ്പെട്ട കോളേജിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ ഉഴപ്പി ചിലവഴിക്കാതെയും നമ്മൾ കൃത്യതയില്ലാതെ പോവുകയും ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയാൽ, അതുകൊണ്ട് ആ കാര്യം കൂടി പ്രത്യേകമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.